ഈ ഓണറും ഭാര്യയും ഫാമിലെത്തിയപ്പോൾ അവിടെ പണിക്ക് നിന്ന ബംഗാളി അയാളുടെ മുഴുത്ത സാധനം ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ അവൾക്ക് വികാരം അടക്കാൻ കഴിയാതായി. അവൻ അവളോട് പറഞ്ഞു, വാ നമുക്ക് കുറച്ച് കളിക്കാമെന്ന്. എന്നാൽ ഭർത്താവ് കൂടെയുള്ളതുകൊണ്ട് അവൾ നാളെ വരാമെന്ന് കാണിച്ച് അവനോട് ടാറ്റ പറഞ്ഞു പോയി. പിറ്റേ ദിവസം അവൾ ഭർത്താവിനെ കൂടാതെ അവൻ്റെ അടുത്തേക്ക് വന്ന് ചെട്ടിയൊക്കെ ഊരിയെറിഞ്ഞ് അവൻ്റെ കൂടെ സുഖിക്കാൻ തുടങ്ങി. ഇത് അവിടെയുള്ള ജോലിക്കാരി കാണുന്നുണ്ടായിരുന്നു. അവൾക്കിത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. ഒച്ച കേട്ട് അവരുടെ പരിപാടി പാതി വഴിയിൽ നിലച്ചുവെങ്കിലും ജോലിക്കാരിക്കാണെങ്കിൽ അവളുടെ വികാരം അടക്കാൻ കഴിഞ്ഞില്ല. ഓണറുടെ ഭാര്യ തൊഴിലാളിയുടെ കൂടെ സുഖിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഓണറുടെ കൂടെ സുഖിക്കാം എന്ന് കരുതി അവൾ ഓണറെ നന്നായി മയക്കിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഓണർ അതിനൊന്നും വീഴില്ല. അയാൾ ഭാര്യയെ അന്വേഷിച്ച് നടന്നു. പെട്ടെന്ന് അയാൾ ഭാര്യയുടെ ജട്ടി പുറത്ത് കണ്ടു. അയാൾക്ക് സംശയമായി, എൻ്റെ ഭാര്യയുടെ ജട്ടി എങ്ങനെ എവിടെ വന്നു? അയാൾ അതും ആലോചിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങി. അയാൾ അവളെ അവിടെയൊക്കെ തിരഞ്ഞു നടന്നു. പിറ്റേ ദിവസവും ആ ജോലിക്കാരി അയാളെ നന്നായിട്ട് മയക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അയാൾ പതിയെ പതിയെ അവളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അയാൾക്കും അവളുമായി സുഖിക്കാൻ തോന്നി. പക്ഷേ അയാൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കാണിച്ച് ഭാര്യയെ അന്വേഷിച്ച് നടന്നു. ഈ സമയത്ത് ഭാര്യയാണെങ്കിൽ ബംഗാളിയുടെ കൂടെ വീണ്ടും പരിപാടിയിലായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അയാളത് നേരിട്ട് കണ്ടു. ബംഗാളിയാണെങ്കിൽ അവളുടെ ജട്ടിയുടെ മണമൊക്കെ വലിച്ച് കയറ്റി ആ ജട്ടിയെടുത്ത് ദൂരെ എറിഞ്ഞു. അത് കറക്റ്റ് അയാളുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടു. അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്ന് അവിടെ നിന്ന് തിരിച്ചുപോയി. അതിനുശേഷം ആ വേലക്കാരിയുടെ കൂടെ സുഖിക്കാൻ തുടങ്ങി. ഇത് കണ്ടുവന്ന ഭാര്യയാകട്ടെ ഭയങ്കര ദേഷ്യത്തോടെ അയാളെ വഴക്ക് പറയാൻ തുടങ്ങി. എന്നാൽ അയാൾ പറഞ്ഞു, നിൻ്റെ എല്ലാ പരിപാടിയും എനിക്ക് മനസ്സിലായി, ഇനി നിന്നെ എനിക്ക് ആവശ്യമില്ല, ഇവിടെ നിന്ന് പൊയ്ക്കോ. ഇത്രയും പറഞ്ഞ് മുതലാളി അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം ജോലിക്കാരിയുടെ കൂടെ സുഖിച്ചു. പറയൂ ഫ്രണ്ട്സ്, ഇതിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ്? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.